അങ്ങനെ ബംഗാളിയുടെ നിന്നും മലയാളി കിട്ടി തുടങ്ങി. ബംഗാളി, ചപ്പാത്തിക്ക് ഗോതമ്പും ഡാലിന് പരിപ്പും ഇല്ലായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു നിനക്ക്. അന്ന് നിന്നെയൊക്കെ അതിഥിയായിട്ട് കണ്ടവരാടാ ഞങ്ങള്, അറിയാമോ? ആ കൂട്ടത്തിൽ ഒരാളായ നീയും ചാവാടേ തുടക്കണം. നീ വിവാഹത്തിന് മുമ്പുള്ള കൗൺസിലിങ്ങിന് വരുമ്പോൾ എന്തൊരു സ്നേഹമാ. വാക്ക് ജീവിതത്തിൽ കൊടുത്തത് പാലിക്കണം, വാക്കിന് വില വേണം. ഭാര്യ ഭർത്താവിന് കൊടുത്ത വാക്കിനും ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുത്ത വാക്കിനും. വിവാഹത്തിൻ്റെ വിജയം പരസ്പരം വാക്കു പാലിക്കുക എന്നതിലാണ്. ആ വാക്ക് മരണം വരെ പാലിക്കണം. അങ്ങനെ വാക്കു പാലിച്ചില്ലെങ്കിൽ എന്തു സംഭവിക്കും? ജീവിതത്തിന് ദൂരെ മാറി നിങ്ങൾ പുറത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് ശ്രദ്ധയോടെ വാക്കുപാലിച്ച് ജീവിക്കണം. അങ്ങനെ ജീവിക്കാത്ത പല ജീവിതങ്ങളും വീണ്ടെടുക്കാൻ പറ്റാത്ത വിധം തകർന്നു പോയിട്ടുണ്ട്. സംഭവിക്കുന്ന ശൂന്യതകൾ നികത്താനുള്ള യത്നത്തിലാണ്. പിന്നെ ഭാര്യ ഭർത്താവിൻ്റെ കുറ്റം, ഭർത്താവ് ഭാര്യയുടെ കുറ്റം, ഇങ്ങോട്ട് തിരിച്ച് ഒരേ കാര്യം തന്നെ പോകുന്നത് കാണാം. എടുത്തില്ലല്ലേ പോയതൊന്നും തിരിച്ചു പിടിക്കാൻ ആവില്ല എന്നൊരു എടി ആൻസി, എനിക്ക് തോന്നുന്നതേ അവൻ നമ്മുടെ കുടുംബത്തിന് ചേർന്നവനല്ലെന്നാ. ജീവിക്കേണ്ടി വരും. അതങ്ങനെ പ്രേമല്ലയോ, മുടിഞ്ഞ പ്രേമം. അങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ഒന്നുകിൽ തന്തയുടെയും തള്ളയുടെയും അല്ലെ കാരണവന്മാരുടെയും നെഞ്ചത്ത് കുതിര കയറും. അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. പക്ഷെ നിങ്ങൾ 3 പേരെയും ഞാൻ കൊല്ലുന്നില്ല. കൊന്നാ നിന്റെ ഇമേജ് പോകില്ല. എസ് സാറിന്റെ ബാങ്കറിന്റെ ഇമേജ് പോകില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? കുര്യാക്കോസും നിങ്ങൾ 3 പേരും കൂടെ എന്നെ കയറി പിടിക്കാൻ വന്നു. സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ഞാൻ കുര്യാക്കോസിനെ പിടിച്ചു തള്ളി. അയാള് തലയടിച്ചു വീണ് ചത്തു. അപ്പൊ പിന്നെ സ്വാഭാവികമായും നിങ്ങൾ 3 പേരും ജയിലിൽ പോവില്ലേ? പോവില്ലേ? ഞാൻ പറഞ്ഞു ശരിയല്ലേ? അതെ അതെ അതെ. അവനെ നിനക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ആ പാവത്തിന് എന്തിനാ ഇത്രയും കാലം പുറകെ നടത്തിച്ചേ? അത് പിന്നെ 4 വർഷം ഒരേ കോളേജിൽ ഒരു ക്ലാസ് പഠിച്ചപ്പോൾ ഞാൻ എത്ര തവണ വിചാരിച്ചു അറിയാം അവനോട് ഇഷ്ടമാന്ന് പറയുന്നു. പിന്നെ കോളേജ് കഴിഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു കുറച്ച് നാൾ പുറകെ നടക്കട്ടെ എന്ന്. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെങ്കിൽ നീ ചെറിയൊരു മെസ്സേജ് ഇട്. ഇതെല്ലാം ഒരേപോലെ, ഇതിൽ ഏതോടെ ഇത്? കിട്ടി, കുര്യാക്കോസ്. കടി, അവൻ എന്തിയെ? Who are you? ഓ, എന്റെ അടുത്ത് നമ്പർ വേണ്ട മോളെ. കടി, അവനെ വിളി. അല്ല, ഞാൻ പുറത്തു പോയിക്കോളാം. പക്ഷെ അതിനു മുമ്പ് അവന്റെ ആ പുളങ്കിത മുഖം ഒന്ന് കണ്ടിട്ട് പോയിക്കോളാം.
ഗെറ്റ് ഔട്ടാ എൻ്റെ അടുത്താ? അങ്ങനെയാണെങ്കിൽ അവനെ കണ്ടുപിടിച്ചിട്ടേ പോകുന്നുള്ളൂ. ഡാ ജെറി, ജെറി, നീ അവനെ എവിടെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചേക്കണടി? ഡാ ജെറി, ജെറി. ഓ അവിടെ ആയിരുന്നാ? ഇറങ്ങി വാടാ, കണ്ടുപിടിച്ചടാ ജായ്. പിന്നെ പുതിയ പിള്ളേരെ മാത്രം പറഞ്ഞിട്ടെന്താ കാര്യം? കാരണവന്മാർ പോലും എപ്പോഴും മൊബൈലിലാണ്. അവരയക്കുന്ന വീഡിയോയെക്കുറിച്ച് പള്ളിയിൽ നിന്നല്ല പാരിഷ് ഹോളിൽ പോലും പറയാൻ പറ്റില്ല. ഇതിനെക്കുറിച്ചാണ് പണ്ടുള്ളവർ പറഞ്ഞത്, കലികാലം കലികാലം. സാർ ഇതേതോ കിളിപോയ ആയിട്ടാണ്. കിളി പോയതാണെങ്കിലും നല്ല ഉരുപ്പിടിയാ. ഉരുപ്പിടി ആ കൂട്ടുപോയി കഴിഞ്ഞാൽ ചെമ്മീൻ തൊണ്ട് പൊളിച്ച പോലെ. ഞങ്ങൾ എന്ത് ചെയ്തിട്ട് ഞങ്ങളോട് ഇങ്ങനെ പെങ്ങളെ? നീ പോടാ. ആരാണ് നിന്റെ പെങ്ങള്? ഞാൻ സെറ്റപ്പാടാ, സെറ്റപ്പ്. നിനക്ക് അങ്ങനെയല്ല കണ്ടപ്പോ തോന്നിയ? നമുക്ക് ആഘോഷിക്കാം. നമുക്ക് പോലീസിനെ വിളിച്ച് നന്നായിട്ട് ആഘോഷിക്കാം. അല്ല സാറ് പോലീസല്ലേ? പറ സാറേ, ഒന്ന് പറയടോ. അതെ നോക്കി, ഞാൻ SI ആയതുകൊണ്ട് പറയുക, പോലീസ് വന്നാൽ ഞങ്ങൾ മാത്രമല്ല നീയും കുടുങ്ങും. കുര്യാക്കോസിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്താൽ മരണം നടന്നിട്ട് എത്ര സമയമായെന്ന് അറിയാൻ പറ്റും. പിന്നെ ഞങ്ങളെക്കാളും മുന്നേ ഇവിടെ വന്നത് ഹണിയാണെന്ന് ഇവിടുത്തെ CCTV നോക്കി അറിയാൻ പറ്റും. അപ്പം അതുകൊണ്ട് ആ കഥക ഒന്ന് തുറന്നു തന്നാൽ നമുക്ക് 4 പേർക്കും പോകാമായിരുന്നു. എൻ്റെ കയ്യിൽ തോക്ക് മാത്രമല്ല ഉള്ളത്. ചേട്ടാ ജനറേറ്റർ ഓണാ. അതിന് തന്നെയാ പോന്നെ. ഹായ് ഹണി. ഹായ്.